ശ്വേതാ മിസ് ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കായിരിക്കും അല്ലേ? അപ്പൊ മിസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമിനൊക്കെ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് നമ്മുടെ വില വിവര പട്ടിക എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ ഒരു വില വിവര പട്ടിക തരും. അതിലെ കുറച്ച് ഇനങ്ങൾ നമുക്ക് തരും. ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഇനങ്ങൾ എന്ന് പറയുന്നത്? ബിസ്ക്കറ്റ് ഉണ്ട്, കേക്ക്, ചായ, സമൂസ, പഴംപൊരി, വട, നെയ്യപ്പം, ഇലയട, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇനം. അപ്പൊ ഈ ഓരോ ഇനത്തിനും എത്രയാണ് ഒന്നിനുള്ള വിലയാണ് കേട്ടോ വില വിവര പട്ടികയിൽ ഉണ്ടാവുക. ഒരൊറ്റ ഇനത്തിന് എത്ര രൂപയാണ് വില എന്നുള്ളത് നമുക്ക് തരും. അപ്പൊ ബിസ്ക്കറ്റിന്റെ നേരെ നോക്കിയാൽ 2 രൂപ കാണാം. അപ്പൊ ഒരു ബിസ്ക്കറ്റിന് എത്രയാണ്? 2 രൂപയാണ്. ഒരു കേക്കിനോ 2 രൂപ, ചായക്ക് 5 രൂപ, സമൂസയ്ക്ക് 5 രൂപ, പഴംപൊരിക്ക് 5 രൂപ, വടയ്ക്ക് 5 രൂപ, പിന്നെ എന്താണ് നെയ്യപ്പം 10 രൂപ, ഇലയട 10 രൂപ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വില വിവര പട്ടികയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കിക്കേടാ, നമ്മുടെ ജോബിയുടെ സംഘത്തിലെ 4 പേര് എന്താ ചെയ്തത്? 4 പേര് കേക്കാണ് കഴിച്ചത്, 6 പേരോ നെയ്യപ്പവുമാണ് കഴിച്ചത്. ഒരു കേക്കിന് എത്രയാണ് വില? കേക്ക് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിൽ കേക്ക് നിങ്ങൾ എവിടെയാണെന്ന് തപ്പണം. രണ്ടാമത് കിടക്കുന്നത് കേക്കാണ് മിസ്സേ. അപ്പൊ കേക്ക് നിങ്ങൾ നേരെ നോക്കിക്കേ, കേക്കിന് എത്ര രൂപയാണ്? 2 രൂപയാണ് ഒരു കേക്കിന് അല്ലേ? അപ്പൊ ഒരു കേക്ക് നമ്മൾ എഴുതി വെക്കാം, ഒരു കേക്കിന് 2 രൂപയാണ് ഒരു കേക്കിന്റെ വില. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിക്കട്ടെ, എത്ര പേരാണ് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്? 4 പേരാണ് കേക്ക് കഴിച്ചത്. 4 people ആണ് കേക്ക് കഴിച്ചിട്ടുള്ളത്. അപ്പൊ 4 കേക്ക് വേണം അല്ലേ? 4 കേക്കിന് എത്ര രൂപയായിരിക്കും? 2നെ 4 തവണ നമ്മൾ കൂട്ടണം. 2 + 2 + 2 + 2 എന്ന് നമ്മൾ ചെയ്യും അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര തവണയാണ് നമ്മൾ 2നെ കൂട്ടിയത്? 4 തവണ. അപ്പോ 4 × 2 എന്ന് ചെയ്താൽ മതിയില്ലേ? 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 2 8 ആണ്. നമ്മളിതാ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നോക്കിയാലോ. 6 നെയ്യപ്പമാണ് ഇനി വേണ്ടത്. നെയ്യപ്പത്തിന്റെ നേരെ നോക്കേ, 10 രൂപയാണ് ഒരു നെയ്യപ്പത്തിന് അല്ലേ? ഒരു നെയ്യപ്പം എടുക്കുക. ഒരു നെയ്യപ്പത്തിന് 10 രൂപയാണ് ഒരു നെയ്യപ്പത്തിന്റെ വില. 6 നെയ്യപ്പത്തിന് അപ്പൊ എത്രയായിരിക്കും വില? 6 നെയ്യപ്പം എടുത്തു കഴിഞ്ഞാൽ 6 × 10 അല്ലേ? അഥവാ 10നെ നമ്മൾ എന്ത് ചെയ്യും? 6 തവണ കൂട്ടും. അതിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് 6 × 10 എന്ന് എഴുതിയാൽ മതി. എത്രയാണ്? 60 ആണ്. അപ്പൊ ആകെ എത്രയാണ് വില നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ ഒരു 8 രൂപയും കൂട്ടാ, 60 രൂപയും കൂടെ കൂട്ടിയാൽ മതി. 60 + 8 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? 0 8ഉം കൂടെ കൂട്ടിയാൽ 8 ആണ്. ഈ 6 താഴേക്ക് വരുമ്പോൾ എത്രയായി? 6 ആയി. 68 രൂപ അല്ലെ? 68 rupees ആണ് നമ്മുടെ ജോബിയുടെ സംഘത്തിന് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.